ഹർക്കൻസ് മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പപ്പയും മോനും കിടക്കണ കിടപ്പ് കണ്ട ഏതമോനാണെന്നുണ്ടെങ്കിൽ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡോണിങ്ങനെ കിടക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ അയ്യോ പാവം, ഉറങ്ങുമ്പോൾ എന്തോ ഒരു പാവം, എണീറ്റിരിക്കുമ്പോഴും പാവമൊക്കെ തന്നെയാണ്. പക്ഷെ ചില സമയത്തുണ്ടല്ലോ എൻ്റെ മാതാവ്, എൻ്റെ അവൻ തല തിന്നും വേണമെന്നുണ്ടെങ്കിൽ അത്രയും കുറുമ്പായിരിക്കും. ഈ രണ്ടുപേരിൽ ഏറ്റവും കൂടുതൽ ഞാൻ തല്ലുപിടിക്കുന്നത് ഡോണുമായിട്ടായിരിക്കും കേട്ടോ. കാരണം ഏത് നേരം എൻ്റെ വാലും താങ്ങി നടക്കുന്നത് ഡോണുമായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കുറുമ്പ് കാണിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ എൻ്റെ നിന്ന് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഡോണു എണീറ്റ് കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനും അമ്മാമ്മയും കൂടി ഇവിടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. ഇപ്പം കളി സ്ഥലം മാറി ഹാളിൽ നിന്നും ദേ ഇവിടേക്ക് ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പം ആ സൈഡിൽ നമ്മൾ ഒരു രണ്ട് ബെഡ് വെച്ചിട്ടുണ്ട്. അത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവന്മാർ ഓരോ സാധനങ്ങൾ പുറത്തേക്ക് എടുത്ത് എറിയും. ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കാരണം ഇവർ ബാൽക്കണി വന്ന് കളിക്കൽ തീരില്ലല്ലോ. ഇപ്പം ഈ പുല്ലൊക്കെ വിരിച്ചതിന് ശേഷമാണ് ഇവിടെ കൊണ്ടിരുത്തി കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുള്ളത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഒരു അടിക്കുള്ള കോള്. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ രണ്ടുപേരും തമ്മിൽ അടി ഉണ്ടാവുന്നതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. മര്യാദയ്ക്ക് ഇരുന്ന് കളിക്കുന്ന പിള്ളേരായിരിക്കും. എന്തെങ്കിലും മതി ഇങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നോട്ടമുണ്ട്. അമ്മ അതേ നടുക്ക് ഒരു ബലമൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ കാര്യം ഉണ്ടായിരുന്നില്ല. ഈ ഡോണു ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിക്കും ചേട്ടൻ്റെ വായിന്ന് എന്താ വീഴണേന്ന്. ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഡോണു പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഡോണു കരയും. തല്ലും വഴക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചേട്ടൻ്റെ വായിന്ന് ഡോണു പൊക്കോ, ഡോണുവിനെ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണു എവിടെയാണോ നിൽക്കണ അവിടെ വീണ് കിടന്ന് കരയും. ഇതൊക്കെയാണ് ഇവിടുത്തെ തല്ലിൻ്റെ മെയിൻ അവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തുടക്കം എന്ന് പറയുന്നത് തന്നെ. വൻ വിറ്റാണ് ഇവരുടെ അടിബഹളം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ രണ്ടുപേരുടെയും കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ ആക്കിയിട്ട് ഞാനൊന്ന് കിച്ചൺ റീസെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കുറേ നാളായി ഈ കിച്ചൺ ഒന്ന് റീസെറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വന്ന സമയത്ത് എന്തോ ചെയ്തതാണ്, പിന്നെ മൊത്തത്തിൽ അങ്ങ് മാറ്റിയിട്ട് ക്ലീൻ ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഫ്രിഡ്ജ് ഇങ്ങനെ വീക്ക്ലി വൺസ് ഒക്കെ ക്ലീൻ ചെയ്യുമെന്നല്ലാണ്ട് കിച്ചൺ മൊത്തത്തിൽ അങ്ങ് ക്ലീൻ ചെയ്യാനായിട്ട് എനിക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് എന്തായാലും അതങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മനസ്സിൽ ഇങ്ങനെ അങ്ങ് കിടക്കും. ഇത് മാത്രമല്ല, ആ ഒരു അടിയും ബഹളവും ഉണ്ടായെങ്കിലും പിന്നീട് രണ്ടുപേരും നല്ല കുട്ടികളായിട്ട് അവിടെ ഇരിക്കണ്ടായിരുന്നു. അപ്പൊ ഇവര് നല്ല പിള്ളേരായിട്ട് ഇരിക്കുന്ന സമയത്ത് എനിക്കും എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാലോ. അങ്ങനെ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കിച്ചൺ ഒന്ന് റീസെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ഫ്രിഡ്ജിൽ നിന്നാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് അങ്ങ് മാറ്റി കളഞ്ഞു. പിന്നെ മെയിനായിട്ട് ഈ ഡോൺ എൻ്റെ അടുത്ത് നിൽക്കുന്നത് ആ മോളിൽ ഒരു ഡയറി മിൽക്കിന്റെ കവറുണ്ട്. അതിലിനി 2 കഷ്ണം കൂടിയേ ബാക്കിയുള്ളൂ. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങനെ മണത്ത് മണത്ത് നിൽക്കണത്. പാവല്ലേ, കുറെ നേരം നിന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കുഞ്ഞു കഷ്ണം കൊടുക്കുകയും ചെയ്തു. ഇനിയും വേണമെന്നും പറഞ്ഞിട്ടാണ് ആ നിപ്പ്. എയ്തമോൻ അധികം ചോക്ലേറ്റ്സ് ഒന്നും കഴിക്കലില്ല. അധികം കഴിക്കില്ല, എന്നാലും ഒന്നോ രണ്ടൊക്കെ കഴിക്കും. പക്ഷെ ഡോണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണുവിന് ചോക്ലേറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് ആരെങ്കിലും വരണുണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ നേരത്തെ കൂട്ടി പറയും ചോക്ലേറ്റ്സ് വാങ്ങിയിട്ട് വരല്ലേ എന്ന്. കാരണം ചോക്ലേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന്മാര് വിടില്ല. ഒന്നോ രണ്ടോ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ആരെങ്കിലും വരുമ്പോൾ കൊണ്ടുവരാണെങ്കിൽ കുറെ കൊണ്ടുവരുമല്ലോ. അത് പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിച്ച് വേറെ ഒന്നും കഴിക്കാത്ത അവസ്ഥയിലാവും. അപ്പൊ ദേ ഈ ഫ്രിഡ്ജിന്റെ മോൾ ഭാഗം കണ്ടില്ലേ, ഇതെല്ലാ വീടുകളിലും ഈ സംഭവം ഉണ്ടായിരിക്കുമല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലാണെങ്കിൽ പറയാൻ വേണ്ട. ഇവിടെ എങ്ങനെയാന്ന് എനിക്കറിയില്ല, ഇവിടെയും ഉണ്ടാവുമായിരിക്കും. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഓൺലൈൻ ത്രൂ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല പാക്കിങ്ങിലാണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതങ്ങ് കഴുകി എടുത്ത് ഞാൻ വെക്കും. നമുക്ക് വല്ല മീൻ ഇങ്ങനെ പെരട്ടിയതൊക്കെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഉപകാരപ്പെടുമല്ലോ. അങ്ങനെ കിട്ടണത് മുഴുവനും കഴുകി ഫ്രിഡ്ജിന്റെ മേലെ വെച്ച് 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 എന്തിനു പറയണം, ഫ്രിഡ്ജിന്റെ മേലെ മുഴുവനും പാത്രങ്ങൾ കൊണ്ട് അങ്ങ് നിറഞ്ഞു കേട്ടോ. അങ്ങനെ അതും താഴേക്ക് എടുത്ത് മാറ്റി അതിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ ഉണ്ടായിരുന്നു. ആവശ്യമില്ലാത്തത് മുഴുവനും ഞാൻ അങ്ങ് എടുത്ത് കളഞ്ഞു. നമുക്ക് ആവശ്യമുള്ളത് മാത്രം മതിയല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ചില സമയത്ത് ഇതേപോലെ കറിയാക്കി വെച്ചിട്ട് കറി കഴിഞ്ഞ് പിന്നെ അത് കഴുകി വെക്കാനുള്ള മടിക്ക് ഞാൻ എന്ത് ചെയ്യും, ഈ പ്ലാസ്റ്റിക് പാത്രമല്ലേ നമുക്ക് ഇനിയും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതങ്ങ് കൊണ്ട് കളയാറുണ്ട് കേട്ടോ. അങ്ങനെയും കുറെ പാത്രങ്ങൾ പോയിട്ടുണ്ട്. അങ്ങനെ ഫ്രിഡ്ജിന്റെ മോൾ ഭാഗം പാത്രങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ആഹാ എന്തോരം സ്ഥലം, ഇത്രയും സ്ഥലം ഫ്രിഡ്ജിന്റെ മുകളിൽ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണത്. പക്ഷെ അതിന്റെ മുകളിൽ അത്യാവശ്യം പൊടി ഇങ്ങനെ പറ്റ പിടിച്ചിരിക്കണ്ടായിരുന്നു. അതൊന്ന് തുടച്ചു മാറ്റാനായിട്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കളഞ്ഞ് ഫ്രിഡ്ജിന്റെ മോൾ ഭാഗം സെറ്റ് ചെയ്ത് അങ്ങനെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അങ്ങ് വെച്ചിട്ട് ആവശ്യമുള്ളത് മാത്രം കഴുകി ഉണക്കി മേലെ കയറ്റി വെക്കാമെന്ന് വിചാരിച്ചു. ആവശ്യമില്ലാത്തതൊക്കെ ഇപ്പം തന്നെ അങ്ങോട്ട് കവറിൽ കൊണ്ടിടാമെന്ന് വിചാരിച്ചു. പിന്നെ ചാച്ചനാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ മുമ്പ് ലഞ്ച് വേണം എന്ന് പറഞ്ഞിട്ട് കുറേ ലഞ്ച് ബോക്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ വലിയ ഗുണമൊന്നുമില്ല, ചാച്ചൻ ലഞ്ച് കൊണ്ടൊക്കെ നിർത്തി.
ഇനി അതിൽ വല്ല മാവോ തേങ്ങയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം. അങ്ങനെ ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രം നമ്മളിത് ഫ്രിഡ്ജിന്റെ മേലെ അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്തതൊക്കെ കൊണ്ടു കളഞ്ഞിട്ടുണ്ട്. അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കൊരു പാത്രത്തിന്റെ അടപ്പം കിട്ടിയത്. ഏതിൻ്റെയാണെന്നൊന്നും അറിയാൻ പാടില്ല. നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒന്നല്ല. എന്നാൽ പിന്നെ വല്ല വേസ്റ്റ് ആയിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാനതങ്ങ് കൊണ്ട് കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ ബാക്കിയുള്ള സ്പേസിലൊക്കെ അടിച്ച് തുടച്ച് അങ്ങ് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അടിയും തുടയും സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ ഫ്ലോറിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ദേ സിങ്കും ഗ്യാസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു. അവിടെ ഓൾറെഡി നമ്മളെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ മൊത്തത്തിൽ അങ്ങ് ക്ലീൻ ചെയ്ത് വെക്കണതാണ് നൈറ്റ് ആകുമ്പോൾ. അപ്പം പിന്നെ അധികം അവിടെ ഒരു അഴുക്കെന്ന് പറയാനായിട്ടില്ല, ഡെയിലി ക്ലീൻ ചെയ്യണത് കാരണം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വൈപ്പ് ചെയ്ത് വിട്ടാൽ മതിയായിരുന്നു എനിക്ക്. ബാക്കിയെല്ലാം അവിടെ സെറ്റായിരുന്നു. എന്നാലും അതിൻ്റെ വാളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് തുടച്ചങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മേലെ ഭാഗം ഉണ്ടല്ലോ, കബോർഡിന്റെ മേലെ ഭാഗം, അവിടെ ഞാൻ ഫുള്ള് ചാച്ചന്റെ, അതായത് അന്ന് മറ്റേ ബാൽക്കണി സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കുറേ പ്രോട്ടീൻ പൗഡറിന്റെ ടിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ എന്ത് ചെയ്തു, വേറെ വെക്കാൻ നമുക്ക് ഇവിടെ സ്പേസ് ഇല്ലല്ലോ. പിന്നെ നമ്മൾ ഈ കിച്ചന്റെ ബാൽക്കണിയിൽ വെക്കണം. അവിടെയാണെങ്കിൽ അലക്കിയ തുണികൾ വിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അവിടെ ഫുൾ കൺജസ്റ്റഡ് ആവും. അപ്പൊ ഞാൻ വിചാരിച്ചു അതിന്റെ മോൾ ഭാഗം വെറുതെ കിടക്കണയാണല്ലോ, എന്നാൽ പിന്നെ അവിടെ ഈ ടിന്നുകളൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മൊത്തം ടിന്നുകൾ ഞാൻ അവിടെ കയറ്റി വെച്ചു. അവിടെ ഞാൻ വല്ലാണ്ട് അങ്ങ് ഒതുക്കാൻ പോയൊന്നുമില്ല, കാരണം എനിക്ക് അങ്ങ് എത്താൻ വേണ്ടിയിട്ട് ചെയർ ഒറ്റയ്ക്ക് കയറി നിന്നാൽ ചിലപ്പോൾ ടാസ്ക് ആണ്. ഞാൻ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണല്ലോ അവസ്ഥയാണ്. അതാണ് ഞാൻ റിസ്ക് ഉള്ള പരിപാടിക്കൊന്നും നിന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ആഹാ, എന്ത് രസം കാണാനായിട്ട്. ഇങ്ങനെ ക്ലീൻ ആയിരിക്കണ കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി വന്നപ്പോഴത്തേക്കും ചാച്ചന് പോവാൻ നേരായിട്ടോ. അപ്പൊ പപ്പ പോണ കാരണം പപ്പയ്ക്ക് എന്നാ മിണ്ടാണ്ടിരുന്നാൽ മതി. പപ്പയാണെന്നുണ്ടെങ്കിൽ ഡോണ് വരണുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കും. എന്നിട്ട് ഡോണ് പറയും ആ ഞാൻ വരണുണ്ടെന്ന് പറയും. അപ്പൊ പപ്പ പറയും അയ്യോ പപ്പ വെറുതെ പറഞ്ഞതാ, ഡോണിനെ പിന്നെ കൊണ്ടുപോട്ടോ എന്ന് പറയും. അപ്പോഴത്തേക്കും ഡോണ് കരച്ചിലാവും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഏതമോൻ പിന്നെയും അങ്ങനെ ജിമ്മിൽ പോകാനായിട്ട് വലിയ ആക്രാന്തം കാണിക്കുന്ന ഒരു കുട്ടിയല്ല. പക്ഷെ ഡോണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലിരിക്കാൻ അവന് തീരെ പറ്റില്ല. ഭയങ്കര ഇഷ്ടക്കുറവാണ് ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുക. പപ്പയുടെ കൂടെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഒരു കണക്കിന് കൊച്ചിനെ ആശ്വസിപ്പിച്ചിട്ട് ദേ ചാച്ചൻ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അതിന്റെ ഇടയിൽ പപ്പയും ഏതമോനും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായിരുന്നു. അതിന് പിണങ്ങിയിട്ടാണ് ദേ അമ്മാമ്മയുടെ ഒക്കത്ത് ഇരിക്കണത്. പപ്പയ്ക്ക് ഉമ്മ ഒന്നും കൊടുക്കാണ്ട് കേട്ടോ. പപ്പ അതിന്റെ ഇടയിൽ പോയി ഏതപ്പന് ടാറ്റയൊക്കെ പറഞ്ഞു ഒരു ഉമ്മയും കൊടുത്തു. എന്തിനാ ഇങ്ങനെ പിണങ്ങിയിട്ടിരിക്കുന്നേ. അങ്ങനെ ചാച്ചൻ പോവാൻ നേരത്ത് എനിക്ക് തരാനുള്ളത് തന്നില്ല എന്നത് ഓർത്ത് കഴിഞ്ഞപ്പോ ദേ തിരിച്ചു വന്നേക്കാണ് കള്ളൻ. അങ്ങനെ ചാച്ചന്റെ ജോലിക്കും പോയി. ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയൊക്കെ എടുത്തതല്ലേ, കുറച്ച് നേരം റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. അമ്മയാണെന്നുണ്ടെങ്കിൽ ഏതമോനെ പഠിപ്പിക്കാനും അങ്ങ് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. അതിനുശേഷമാണ് കോളേജിൽ ലൈബ്രറിയനായിട്ട് വർക്ക് ചെയ്തത് കേട്ടോ. പഠിക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിലും നോട്ടവും ഭാവമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് കേട്ടോ. എന്നാലും അമ്മയുടെ അടുത്ത് ഒരുപാട് അഭ്യാസമൊന്നും വില പോകുന്നില്ല. ചില സമയത്ത് അമ്മ ഇങ്ങനെ കുഴപ്പമില്ല മോനെ എന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ ചില സമയത്ത് അമ്മയ്ക്ക് അങ്ങോട്ട് ഇളകും. മര്യാദയ്ക്ക് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്ന ടീച്ചർ ഉണ്ടല്ലോ, അത് ചില സമയത്ത് ഇങ്ങനെ പുറത്തേക്ക് വരും. ഇവിടെ ആകെ പേടിയുള്ളതുണ്ടല്ലോ അമ്മേനെ മാത്രമാണ് ഏതപ്പന്. വേറെ ആരെയും പേടിയില്ല. അതേപോലെ തന്നെ സ്നേഹവും ഉണ്ട് എല്ലാവരോടും. പക്ഷെ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേനെ മാത്രം പേടിയുള്ളൂ. അതിനുശേഷം ഞാനും ഏതമ്മോനും കുറച്ചു നേരം കളിയും ചിരിയൊക്കെ ആയിട്ട് ഞങ്ങളുടേതായിട്ടുള്ള ലോകത്ത് നിന്നു. ഡോഡു ആണെന്നുണ്ടെങ്കിൽ അമ്മാമ്മേൻ്റെ അടുത്ത് പോയേക്കാണ് കേട്ടോ. എപ്പോഴാ ഇനി ഉന്തിത്തള്ളി ഇങ്ങോട്ട് കയറി വരണേന്ന് പറയാൻ പറ്റില്ല. ഏതമ്മോനാണെങ്കിൽ ഈ സോഫയുടെ പില്ലൊക്കെ വെച്ചിട്ട് വീടുണ്ടാക്കി കളിക്കണം. ഇതൊന്ന് തൊട്ടാ വീഴണ വീടാണ്. വീണ് കഴിഞ്ഞാലോ പിന്നെ കരച്ചിലായി ബഹളായി. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ കാണും വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.